ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ തക്കാളി കൊണ്ടൊരു കറിയാണ് ഇന്ന് വെക്കുന്നത്. അപ്പം നമ്മൾ തക്കാളി അതിനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 5 തക്കാളി നമ്മുടെ തക്കാളി ചെടിയിൽ നിന്ന് കിട്ടിയതാണ്, അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് സവോള എടുത്തു, ഇഞ്ചി എടുത്തു, പച്ചമുളക് എടുത്തു. ഇനി നമുക്ക് കടുക് താളിച്ച് നമുക്ക് ചട്ടിയിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി കൊണ്ട് ഇങ്ങനെ ഒരു കറി എല്ലാവരും വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. സവോള, പച്ചമുളക്, ഇഞ്ചി, ചേരാനുള്ള ഉപ്പ് നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോളയും പച്ചമുളകും ഇഞ്ചി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അത് കൂട്ടുകാരെ, നമ്മുടെ സവോളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. സവോള, പച്ചമുളക്, ഇഞ്ചി, ഹായ് കൂട്ടുകാരെ, നമ്മുടെ തക്കാളിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തിളച്ച് തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയുടെ വെള്ളം നമ്മൾ ലേശം ഉപ്പോ പിന്നെ ഒരു ലേശം വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്ത്, നമുക്ക് അധികം ചാറ് വേണം, നമ്മുടെ പാകത്തിന്, ചാറിന് പാകത്തിന് ലേശം ഒരു വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് വെന്ത്. ഒരു കൂട്ടുകാരെ, നമ്മുടെ തക്കാളി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഒഴിച്ച് കയറി നമുക്ക് ദോശയ്ക്ക് കൂട്ടാം, അപ്പത്തിന് കൂട്ടാം, ചപ്പാത്തിക്ക് കൂട്ടാം, ചോറിന് എടുക്കാം. അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടാൻ പറ്റിയ ഒരു തക്കാളി കൊണ്ടുള്ള ഒരു കറിയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. തക്കാളി